ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിദോശയുടെ റെസിപ്പി ആയിട്ടാണ്. കൂടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കറിയുണ്ട്. ഈ ഒരു ദോശ നമുക്ക് അരി അരച്ച ഉടനെ തന്നെ ചുട്ടെടുക്കാം. ഞങ്ങളുടെ മാഹി, തലശ്ശേരി, കണ്ണൂർ ഭാഗത്തൊക്കെ എപ്പോഴും ഉണ്ടാക്കാറുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ഞാൻ മാഹിയാണ്, അവിടെയൊക്കെ ഇതിന് അരിദോശ എന്ന് തന്നെയാണ് പറയാറ്. കണ്ണൂർ ഭാഗത്ത് ചില സ്ഥലത്തൊക്കെ ഇതിന് പേപ്പർ ദോശ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അരിദോശയും നല്ല ഈസി ആയിട്ടുള്ള ചെറുപയർ കറിയും തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പച്ചരിയാണല്ലോ, അതുകൊണ്ട് 3 മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചാൽ മതി. ഇനിയിപ്പോൾ നിങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേന്ന് രാത്രി കുതിർത്ത് വെച്ചാൽ മതി. എന്നിട്ട് രാവിലെ അരച്ചിട്ട് അപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഞാനിവിടെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പകുതിയായിട്ട് അരച്ചെടുത്താൽ മതി. മുഴുവനായിട്ടിട്ട് അരക്കുകയാണെങ്കിൽ ഇത് ശരിക്കും അരഞ്ഞു കിട്ടില്ല. ആദ്യം നമുക്ക് പകുതി അരച്ചെടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ 1/4 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. ആദ്യത്തെ ബാച്ച് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിലോട്ട് നമ്മളെടുത്തിട്ടുള്ള ചോറിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അതിന് മുന്നേ ഞാനിതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് ചിരകിയ തേങ്ങയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. വെള്ളം അധികമാവാൻ പാടില്ല. വെള്ളം ഓവറായാൽ ഇത് ശരിക്കും അരഞ്ഞു കിട്ടില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാനിവിടെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ബാച്ച് കൂടി അരച്ചെടുക്കാം. അപ്പോൾ ഇതാ 2 പ്രാവശ്യമായിട്ട് ഞാൻ ഈ അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് നല്ല തിന്നായിട്ടുള്ള ബാറ്ററാണ് ആവശ്യം. അതിനായിട്ട് നമുക്കിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു ലൂസായിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുക്കണം. ഒരുമിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ കുറച്ചായി ഒഴിച്ചിട്ട് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ വേണം നമ്മുടെ ബാറ്റർ ഇരിക്കാനായിട്ട്. നല്ലൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ. അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത ശേഷം ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുടാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ദോശ ഇരുമ്പിൻ്റെ ദോശക്കല്ല് ചുടുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ദോശമാവ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് നമ്മൾ മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചോറൊക്കെ ചേർത്തത് കാരണം നല്ല മയമുള്ള ദോശയാണ്. അപ്പോൾ ഇതങ്ങനെ ഡ്രൈ ആയി പോകുന്നില്ല. നമുക്കിതിങ്ങനെ തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഒരു ദോശ ചുട്ടെടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറായി കിട്ടും. ഇനി നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ ആദ്യത്തെ ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒരു ദോശ കൂടി ചുട്ടെടുക്കുന്നത് ഞാൻ കാണിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ദോശക്കല്ലിലാണ് ചുടുന്നതെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇതുപോലെ അത്ര ഹോൾസ് ഒന്നും പെർഫെക്റ്റ് ആയിട്ട് വരില്ല. നല്ല സോഫ്റ്റൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ അതുകൂടി ഒന്ന് കാണിക്കാം, നോൺ സ്റ്റിക്ക് ദോശക്കല്ലിൽ ചുട്ടെടുക്കുമ്പം എങ്ങനെയാണെന്നുള്ളത്. ഇത് കണ്ടില്ലേ, നമ്മൾ നേരത്തെ ഇരുമ്പ് കല്ലിൽ ചുട്ട പോലത്തെ അത്ര ഹോൾസൊന്നും ഇതിന് വന്നിട്ടില്ല. പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തന്നെയാണ്. കണ്ടില്ലേ, ഇങ്ങനെ തൊടുമ്പം തന്നെ ഇങ്ങനെ കീറി വരുന്നുണ്ട്. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണിത്. അപ്പോൾ അങ്ങനെ എല്ലാ ദോശയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതൊരുവിധം എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു റെസിപ്പി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു ചെറുപയർ കറി കൂടി കാണിക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചെറുപയർ കറിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ചെറുപയർ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം.
അപ്പോൾ ഇതാ ചെറുപയർ ഇവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു തക്കാളിയുടെ പകുതി ചെറുതായിട്ട് മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റ് ആരും സ്കിപ്പ് ചെയ്യരുത്, എന്തായാലും ചേർത്ത് കൊടുക്കണം. ക്യാരറ്റാണ് നമ്മുടെ ഈ ഒരു ചെറുപയർ കറി സ്പെഷ്യൽ ആക്കുന്നത്. ഒരു ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ നമുക്കത് മുഴുവനായിട്ട് എടുക്കാം, അതല്ല വലിയ ക്യാരറ്റ് ആണെങ്കിൽ പകുതി എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് 2-3 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചെറുപയർ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് തന്നെ ചെറുപയർ വേവണം, അതല്ലാതെ ഇങ്ങനെ കുരുപോലെയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഏകദേശം 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ അരച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എളുപ്പത്തിന് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡർ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലോട്ട് വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/4 കപ്പ് അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഞാൻ 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ആണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകം കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത ശേഷം ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം അധികം നേരമൊന്നും ഇത് തിളപ്പിക്കേണ്ട കാര്യമില്ല. ഈ മുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെയൊക്കെ നമ്മളൊന്ന് കുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ തേങ്ങാപ്പാലായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇനി ഇതൊന്ന് വറുത്തിടണം. അതിനായിട്ട് ഒരു പാനിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിത്തുടങ്ങിയാൽ നമുക്ക് ഇത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെറുപയർ കറി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടമാകും. ചെറുപയർ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് പോലും ഈ ഒരു ചെറുപയർ കറി ഇഷ്ടമാവും. അരിദോശയുടെ കൂടെ ഈ ഒരു ചെറുപയർ കറി നല്ലൊരു കോമ്പിനേഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് കൂടിയാണ് ഞാനിപ്പോൾ ഇതിവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ അരിദോശയുടെ കൂടെ ചിക്കൻ കറിയും മുട്ടക്കറിയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനായിരിക്കുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.